I waited for the day my heart would choose. I waited for the one my soul would embrace. I waited through the night, holding on tight. I waited for your hand to lead me to light. You are more than just a dream come true, proof of what His love can do. With every breath, with all I'd say, I thank the Lord I waited for this day. I waited for your peace to calm my heart. God gave me you when I was lost. He led me through, no matter the cost. Now every day I see His grace. Every time I see your face, God gave me you, and I won't let go. You're the love He knew my heart would know. We've walked through storms, we've seen the sun. With you I know the best to come. Through highs and lows, through joy and pain, your love has stayed, it won't change. You're more than just my dream come true. You're proof of what His love can do. Together we will always be the story of His mystery. God gave me you when I was lost. He led me through, no matter the cost. Now every day I see His grace. Every time I see your face, God gave me you, and I won't let go. You're the love He knew my heart would know. Yes, God gave me you. Forever starts with I do. You're more than just my dream come true. You're proof of what His love can do. Together we will always be a story of His mystery.
നിൻ ജീവനെ നിത്യസഹായകനീ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹിതാവായ ദൈവമേ, ഈ നിമിഷം ഞങ്ങളെ നിന്റെ സജീവ സാന്നിധ്യത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് ഒരു ഉദാശ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ജോജോയെയും നാൻസിയെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവര് ഇന്ന് നിന്റെ മുമ്പിൽ നിന്ന് ഏറ്റു സ്വീകരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ജീവിത അവസാനം വരെ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും ഒക്കെ ഇവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒരു ഭർത്താവായി ജീവിക്കുവാൻ, നല്ല ഒരു അപ്പനായി തീരുവാനൊക്കെ ജോജോയെ നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ജീവിതത്തില് കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവ പരസ്പരം പറഞ്ഞു തീർക്കുവാൻ, പരസ്പര സ്നേഹത്തോടെ സമാധാനത്തോടുകൂടി മുന്നോട്ട് ജീവിക്കുവാൻ, നല്ല ഒരു കുടുംബ ജീവിതം നയിക്കുവാനായിട്ടുള്ള എല്ലാവിധ അഭിഷേകവും ജോജോയ്ക്കും നാൻസിക്കും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഏറ്റവും വലിയ ദാനമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഈ മകന്റെ ജീവിതത്തിലേക്ക് നീ സമൃദ്ധമായിട്ട് വർഷിക്കണമേ. നല്ല ഒരു കുടുംബത്തിന് രൂപം നൽകുവാനായിട്ട് ജോജോയെയും നാൻസിയെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമേ മാതാവേ, നിന്റെ നീല മേലങ്കിക്കുള്ളില് പുതിയതായിട്ട് രൂപം കൊള്ളുവാൻ പോകുന്ന ഈ കുടുംബത്തെ സമർപ്പിക്കുകയും എല്ലാവിധ അശുദ്ധികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നിന്റെ നീല മേലങ്കിക്കുള്ളില് നീ അവരെ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ തിരുക്കുമാരന്റെ പക്കല് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രത്യേകിച്ച് നിമിഷം ജോജോയെയും നാൻസിയുടെയും ഒക്കെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഓർക്കുകയാണ്. മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു. ഒത്തിരിയേറെ പേരുടെ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഒക്കെ ഫലമാണ് ഇന്ന് ജോജോയും നാൻസിയും അനുഭവിക്കാൻ പോകുന്ന ഈ ഉദാസ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും എല്ലാവരുടെയും പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളോടെ സമർപ്പിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Lord, you brought us hand in hand. By your grace we take this stand. Love unshaken, strong and true, built on faith, we trust in you. Through the seasons, joy or rain, side by side we'll rise again. With your mercy as our guide, in your love we will abide. Two hearts, one promise in your light, bound in love, pure and bright. Through every trial, through the fight, we'll walk in faith day and night.
bright in every place. By your Spirit, strong will be rooted deep in unity. Two hearts, one promise in your life, bound in love, pure and bright. Through every trial, through the fight, we'll walk in faith day and night. What God has joined, none can break. Sealed in heaven for love's sake. With you, Lord, we stand secure. Now and always love endures. Hand in hand we lift our praise. Faithful love for all our days. By your grace we will remain one in Christ, forever the same. I waited with hope, I prayed through the night, dreaming of someone to share in this life. Then you walked in with love in your eyes, a promise unfolding, a holy surprise. A holy surprise. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. We've journeyed alone, now we walk side by side. Two hearts as one, with Jesus our guide. The past is behind, the future is bright. His grace wrote our story, His love is our light. In God's perfect time. മാലാഖമാർ
ജോജോയ്ക്ക് വേണ്ടിയും നാൻസിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങൾ ഏറ്റവും അനുഗ്രഹപൂർണമാകുവാൻ, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു കൈവപ്പുണ്ടാകാൻ വേണ്ടിയുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിൽ കുറച്ച് കാര്യങ്ങൾ അറിയിപ്പായിട്ടുണ്ട്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച നിരണപ്പള്ളിയിൽ നിന്നും ഉത്ഭവിച്ച ആദ്യ സ്വതന്ത്ര ഇടവകയാണ് ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്ക. AD 427 സ്ഥാപിതമായ ഈ ദേവാലയം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഈ പുണ്യപുരാതന ദേവാലയത്തിലേക്ക് വിവാഹിതനാകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന വരൻ ജോജോയ്ക്കും വധു നാൻസിക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. വിവാഹിതരാകുന്ന വധുവരന്മാർക്കും ഇരുവരുടെയും മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സ്നേഹിതർ എന്നിവർക്കും കല്ലൂർക്കാട് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവാഹകർമ്മവും വിശുദ്ധ കുർബാനയും വധുവരന്മാർക്കും മറ്റെല്ലാവർക്കും അനുഗ്രഹപ്രദമാകുവാനും ചൈതന്യപൂർണമായി ഈ ആധ്യാത്മിക ശുശ്രൂഷകൾ പൂർത്തിയാക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വിവാഹ കർമ്മത്തിലും വധുവരന്മാർക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലും ഭക്തിപൂർവ്വം പങ്കെടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വരന്റെയും വധുവിന്റെയും ഭാഗത്തു നിന്ന് പേര് നൽകിയിരിക്കുന്ന ഓരോ സാക്ഷികൾ തിരുകർമ്മ സമയത്ത് മുൻനിരയിൽ ഉണ്ടാവണം. അവർ രജിസ്റ്ററിൽ ഒപ്പിടുകയും വേണം. വിവാഹ സമയത്ത് വധുവിനെ സഹായിക്കുവാൻ പക്വതയുള്ള ഒരു സ്ത്രീ കൂടെ ഉണ്ടാവണം. വിശുദ്ധ കുർബാന സ്വീകരണം കത്തോലിക്ക സഭാംഗങ്ങൾ മാത്രമേ നടത്തുവാൻ പാടുള്ളൂ. വിശുദ്ധ കുർബാന മധ്യേ എടുക്കുന്ന സ്തോത്ര കാഴ്ച നിർധനരായ യുവതി യുവാക്കളുടെ വിവാഹത്തിന് സഹായിക്കുവാനുള്ളതാണ്. നവവധുവരന്മാർ തുടങ്ങി എല്ലാവരും ഇതിനോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഈ വിവാഹകർമ്മം ആശീർവദിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെ സ്വാഗതം ചെയ്യുന്നു. പുതിയ കുടുംബത്തിന് രൂപം നൽകുന്ന ഈ വധുവരന്മാർക്ക് തിരുകുടുംബം മാതൃകയായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സർവേശ്വര സ്തുതി ഗീതം
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചവർ സ്വർഗീയ വരങ്ങളാൽ ഈ മധുപുരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ പുത്രങ്ങൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന എളുപ്പത്തിന് അനുഭവം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യർക്കും വേണ്ടി ഈ ഉദാശ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. എന്റെ പുത്രരെ ശ്രദ്ധിച്ച് കേൾക്കുക, വ്യചനത്തെയും ദരിദ്രത്തെയും നീ മറന്നു കളയുക. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇത്തനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്കിരുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ അറിയുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹിക്കുന്നതാകും. കർത്താവ് സിംഹത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മകളേക്കാണ് നിനക്കിട വരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയിൽ നീ സന്തോഷിക്കുക. ഇത്തനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതുമെന്നാൽ കുമഞ്ഞത് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. ഞങ്ങളുടെ അവസരമാകുന്നു. പിന്നെ ഋതുമാർദ്ദിതമായിരിക്കട്ടെ. ഈശോ
ആരാധനയെ സമർപ്പിക്കുവാൻ കിടക്കുന്നവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Hallelujah, hallelujah, hallelujah.
സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലേക്കായ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോ ശിഷ്യന്മാരും ഇതിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കി വരുന്ന ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവരക്കാരനെ എടുത്തുകൊണ്ട് ചെന്ന് കൊടുക്കുമെന്ന് അവൻ പറഞ്ഞു. അവൻ പ്രകാരം പറഞ്ഞു. വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകറിഞ്ഞിരുന്നു. കലവരക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞാതി വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴെ തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുള്ളൂ. ഈശോ നല്ല മഹത്വം ബലപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലേക്കായി ചെയ്തത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് വിവാഹത്താല് പരസ്പരം ഒന്നിക്കുവാനായിട്ട് പോകുന്ന പ്രിയപ്പെട്ട ദമ്പതികളെ, ഈ വിവാഹ കുദാശയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ആദ്യമേ തന്നെ വിവാഹത്തിലൂടെ ഒന്നിക്കപ്പെടുന്ന ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും ഇവർക്ക് ആശംസകൾ നേടാനും ഇവരിന്ന് ആരംഭിക്കുന്ന ജീവിതം ഏറ്റവും നിർമ്മലവും പരിശുദ്ധവുമായിട്ട് ജീവിതാവസാനം വരെ ജീവിക്കാനുള്ള ശക്തിയും കരുത്തും തമ്പുരാൻ ഇവർക്ക് നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓരോ വിവാഹവും ഓരോ അത്ഭുതങ്ങളാണ്. ഓരോ വിവാഹവും. ഈ ഒരു വലിയ അത്ഭുതത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വിവാഹത്തിൽ കഴിഞ്ഞു പോയവരുണ്ട്. അവർക്ക് ഈ വിവാഹ കർമ്മം, ഈ കൂദാശ അവരുടെ പഴയ കാലം, അതായത് ഞാൻ വിവാഹത്തിന്റെ ആ ഒരു ദിവസത്തെ പറ്റിയും വിവാഹിതരായവർക്ക് ചിന്തിക്കാനും വീണ്ടും ഒരു ഉടമ്പടി വീണ്ടും എടുക്കാനുമുള്ള ഒരവസരമായിട്ട് നമുക്ക് ഈ വിവാഹ കൂദാശയെ കാണാൻ സാധിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിവാഹത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇവരിന്ന് നീണ്ട നാളത്തെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനൊക്കെ ശേഷം ഇവര് തീരുമാനിച്ചുറപ്പിച്ച് വിവാഹ വാഗ്ദാനം എല്ലാം പൂർത്തിയാക്കി വിവാഹത്തിലേക്ക് ഇവര് കടന്നു വരികയാണ്. നമുക്കറിയാം ഇവർ ഇന്നലെ തൊട്ട് ഒത്തിരി ആഘോഷങ്ങളായിരിക്കാം, മതിരവെപ്പും മറ്റ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഇവര് മുമ്പോട്ട് പോയിരിക്കാം. പക്ഷെ ഇവര് ഇന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ നമുക്കറിയാം ഇവർ 2 വ്യക്തികളായിട്ട് കടന്നു വരികയാണ്. ദേവാലയത്തിന്റെ പടികൾ ഇവരിങ്ങനെ ചവിട്ടി കയറാനായിട്ട് ദേവാലയത്തിന്റെ വാതിൽക്കൽ നിന്ന് ഇവരകത്തോട്ട് കയറി പ്രവേശിക്കുമ്പോൾ ഇവര് 2 വ്യക്തികളാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് ഇവര് ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. വിവാഹത്തെ കർമ്മത്തിൽ വിശുദ്ധ കുർബാനയ്ക്കും അതുപോലെ തന്നെ വിശുദ്ധ വിവാഹത്തിന് ശേഷം ഇവര് ഒരു വലിയ മാറ്റം ഇവരിൽ സംഭവിക്കുന്നുണ്ട്. എന്താണ്? 2 വ്യക്തികൾ അകത്തേക്ക് കടന്നു വരുന്നു. ഈ കർമ്മത്തിന് ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ തിരികെ ഇറങ്ങുന്നത് വന്നതുപോലെയല്ല. ഇവര് അകത്തോട്ട് കയറിയതുപോലെ അല്ല ഇവര് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. നമുക്കറിയാം 2 വ്യക്തികളെന്ന ഒരു വസ്തുത മാറി ഒരു കുടുംബം ആയിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങുക. 2 വ്യക്തികൾ ഉള്ളിലേക്ക് കയറി വിവാഹത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു കുടുംബമായിട്ട് 2 വ്യക്തികൾ മാറി ഒരു കുടുംബമായിട്ട് മാറുകയാണ്. ഇതൊരു വലിയ അത്ഭുതത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണെന്ന് നമുക്ക് വിസ്മരിക്കാതിരിക്കാം. സ്നേഹം പറഞ്ഞവരെ, ഈ കാലഘട്ടത്തിൽ വിവാഹത്തോട് ഒത്തിരിയേറെ ചോദ്യങ്ങളും ഒത്തിരിയേറെ സംശയങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുക. എന്തിന് വിവാഹം കഴിക്കണം, എന്തിനാണ് ഇതിന്റെ ആവശ്യകത എന്നെ പറ്റി ചിന്തിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മൾ ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവര് ചങ്കുറപ്പോടുകൂടി വിവാഹം എന്ന കൂദാശയിൽ സഭയിലൂടെ അവര് പങ്കാളികളാകാനായിട്ട് പോവുകയാണ്. ഈ തീരുമാനം അവർക്ക് ജീവിതാവസാനം വരെ ജീവിക്കാനായിട്ടും അതേപോലെ പരസ്പരം പങ്കുവെക്കുവാനും
ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിവാഹം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് അല്ല, ഒരു കരാറല്ല. ഇന്നു മുതൽ അടുത്ത വർഷം വരെ എന്നുള്ളതല്ല, ഇന്നു മുതൽ 6 വർഷം വരെ എന്നുള്ളതല്ല. ഇതൊരു ഉടമ്പടിയായിട്ടാണ് സഭയിൽ ഇതിനെ പഠിപ്പിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഒരു കരാറല്ല, മറിച്ച് ഇതൊരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ 2 അതിലധികമോ വ്യക്തികൾ എടുക്കുന്ന ഒരു തീരുമാനം, അത് ഒരാളുടെ മരണശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു ഉടമ്പടിക്ക് ഒരു ലംഘനം സംഭവിക്കാനായിട്ട് പാടുള്ളൂ. നമുക്കറിയാം, ഇന്നിവര് വചനത്തിന്റെ മുകളിൽ കൈകൾ തൊട്ട് ഇവരെടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഒരു സത്യമുണ്ട്. ഇന്നു മുതൽ മരണം വരെ എന്നുള്ളതാണ്. ഇന്നു മുതൽ മരണം വരെ എന്നുള്ളതാണ് ഇവരെടുക്കാൻ പോകുന്ന തീരുമാനം. സ്നേഹം നിറഞ്ഞവരെ, പിന്നെ നമ്മൾ ഏറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനമല്ല നൽകുക. മറിച്ച് ഇവർ പറയുകയാണ്, സമ്മിശ്രമായ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും. സന്തോഷം മാത്രമല്ല ദുഃഖമുണ്ടാകാം, ആരോഗ്യം മാത്രമല്ല അനാരോഗ്യം ഉണ്ടാകാം, സമ്പത്ത് മാത്രമല്ല ദാരിദ്ര്യവും അനുഭവിക്കാം. ആ സമയത്ത് ഞങ്ങൾ പരസ്പരം ഒറ്റക്കെട്ടോടെ ഒരേ മനസ്സോടുകൂടി ജീവിച്ചു കൊള്ളാമെന്ന് സഭയുടെ നാമത്തിൽ ഇവര് എടുക്കുന്ന തീരുമാനമാണ്. ഇവർക്ക് സഭ നൽകുന്ന വാഗ്ദാനം ഇത് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ആരംഭിക്കുമ്പോൾ സന്തോഷം മാത്രമല്ല ഇവർക്കായി ഒരുങ്ങിയിരിക്കുക. സന്തോഷവും സങ്കടവും കൂടിയ സമ്മിശ്രമായ അനുഭവങ്ങൾ ഇവരെ അതിജീവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രിയമുള്ള മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഇവർക്ക് പുറത്തു നിന്നും പ്രാർത്ഥനയുടെ ശക്തി ഇവർക്ക് നൽകി ഇവരെ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ആർജിക്കാനും കൂടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഒരു വചനഭാഗമുണ്ട്. അത് കാനായിലെ കല്യാണമിരുന്ന വിവാഹ സമയത്ത് വായിക്കുന്ന, നമ്മൾ കേട്ട് ധ്യാനിച്ച് ചെവികൾ തടപ്പിച്ച ഒരു വചനഭാഗമാണ്. പക്ഷേ വിവാഹത്തിന് എന്തുകൊണ്ട് അത് വായിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ഈ വായിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ നമ്മളെ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈശോയുടെ ആദ്യത്തെ അത്ഭുതം അവൻ പ്രവർത്തിച്ചത് അത് ഈ ഒരു സമയത്താണ്, വിവാഹ സമയത്താണ്. അവിടെ അറിയാം, അവിടെ ശിഷ്യന്മാരും ഈശോയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് വചനത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറയുക. ഓരോ വിവാഹത്തിലും സഭ മുഴുവനിലും, പ്രത്യേകിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതുപോലെ പരിശുദ്ധ കന്യകാമറിയം, സഭയിലെ വാഴ്ത്തപ്പെട്ടവർ, വിശുദ്ധരെല്ലാവരും ഓരോ വിവാഹ സമയത്തും അവിടെ സന്നിഹിതമാണ് എന്ന് വചനം അടിവരയിട്ട് പഠിപ്പിക്കുന്നു. പിന്നെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കുറവിൽ അവൻ സമർത്ഥികൾ ചൊരിയുന്ന ഒരു കാര്യം. വീഞ്ഞ് തീർന്നു പോകുമ്പോൾ വീഞ്ഞ് സമർത്ഥിയോളം നൽകുന്ന, പകർന്നു കൊടുക്കുന്ന ഒരു അത്ഭുതം ഈശോ പ്രവർത്തിക്കുക. നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, ഈശോ മാറ്റിയത് പച്ചവെള്ളമാണ്. പച്ചവെള്ളം അത് വീഞ്ഞായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, മാറ്റപ്പെടുകയാണ്. ഈ ഒരു മാറ്റം ഒരു വലിയ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചുമ്മാ ഈശോ അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ച വ്യക്തിയല്ല. ഇതിലൂടെ ലോകത്തിന് നൽകുന്ന ഒരു വലിയ ചിന്തയുണ്ട്. ഇവിടെ മാറ്റാൻ നൽകപ്പെട്ടത് വെള്ളം, മാറ്റപ്പെട്ടത് വീഞ്ഞ്. നൽകപ്പെട്ടത് വെള്ളമാണെങ്കിൽ അവനത് വാഴ്ത്തിയപ്പോൾ മാറിയത് വീഞ്ഞ്. സ്നേഹം നിറഞ്ഞവർ, നമുക്കറിയാം, ഈ വെള്ളം എന്ന പദാർത്ഥം നമുക്കറിയാം, അതിന് രുചിയില്ല, മണമില്ല, നിറമില്ല. വെള്ളത്തിന് രുചിയില്ല, മണമില്ല, നിറമില്ല. മാറ്റപ്പെടുമ്പോൾ വീഞ്ഞായിട്ട് മാറുന്ന എന്താണ്? അത് രുചിയുള്ള, മണമുള്ള, നിറമുള്ള ഒരു പദാർത്ഥമായിട്ട് മാറുകയാണ്. ഇവിടെ ഈശോയുടെ കൃപകൾ കൊണ്ട് ഒരു മാറ്റം സംഭവിക്കുക. വിവാഹം നടക്കാവുന്ന കാര്യമാണ്. ഇവർ ഇത്രയും നാള് നിറമില്ലാത്ത വ്യക്തികളായിരിക്കാം, രുചിയില്ലാത്തവരായിരിക്കാം, മണമില്ലാത്തവരായിരിക്കാം. പക്ഷെ ഇവർ ഇന്നു മുതൽ ഇവരുടെ ദാമ്പത്യം ആരംഭിക്കുമ്പോൾ ഇവർ പരസ്പരം നിറങ്ങളെ പോലെ വർദ്ധിക്കാൻ, രുചികൾ പകരുന്നവരെ പോലെ ആവാൻ, നിറമുള്ള വ്യക്തികളെ പോലെ, മണമുള്ളവരെ പോലെ മാറ്റപ്പെടണമെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നൽകപ്പെടുന്ന വെള്ളം നമുക്കറിയാം, കൽഭരണിയിലെ വെള്ളമാണ്. അത് 6 കൽഭരണി. ഈ കൽഭരണിയിലെ വെള്ളത്തിനൊരു വലിയ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാനുണ്ട്. ഈ പണ്ടുകാലത്തെ യഹൂദന്മാരുടെ വീടിന്റെ വാതിൽക്കൽ മരുഭൂമിയിലൂടെ നടന്നു വരുന്ന ഒരു അതിഥിക്ക് പുറത്ത് അവരുടെ കൈകളും കാലുകളും കഴുകി അകത്തേക്ക് കടക്കാനായിട്ട് അവരുപയോഗിക്കുന്ന വെള്ളമായിരുന്നു ഈ കൽഭരണിയിൽ നിറച്ച വെള്ളം. അതായത് ഈ ഏറ്റവും പറഞ്ഞാൽ നല്ല കാര്യത്തിന് കുടിക്കാനുള്ള വെള്ളമല്ല, ഇതുപോലെ കാലും കൈ കഴുകാനുള്ള അത്രയും ഉപയോഗമല്ലാത്ത
സമൃദ്ധി കൊണ്ട് മാറ്റപ്പെടുന്നത് വീഞ്ഞ. കലവറക്കാരൻ പറയുകയാണ്, മേൽത്തരം വീഞ്ഞായിട്ട് മാറുകയാണ്. ഇന്ന് വരെ ആരും രുചിക്കാനായിട്ട് സാധ്യതയില്ലാത്ത തരത്തിൽ അത്രയേറെ മാധുര്യമുള്ള, വീര്യമുള്ള നല്ല മേൽത്തരം വീഞ്ഞായിട്ട് മാറുകയാണ്. ഒരു ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞൊരു സാധനത്തെ തമ്പുരാന്റെ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും അത് ഏറ്റവും മേൽത്തരമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് ഈ ഒരു കാര്യം തന്നെ. അതായത് എന്താണ്? ഒരു മാറ്റം, അതൊരു വലിയ മാറ്റമാണ് സംഭവിക്കുക. എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. തീർന്നു പോയത് വീഞ്ഞാണ്. പക്ഷെ ഈശോ പറയുന്നത് വെള്ളം നിറയ്ക്കാൻ. നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ലോജിക്കും ഇല്ല. എനിക്ക് വല്ല ലോജിക്കുണ്ടോ? തീർന്നു പോകുന്ന വീഞ്ഞാണ്. ഈശോ പറയുകയാണ് വെള്ളം നിറയ്ക്കാൻ പറയുക. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പറയുക, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, എന്നാ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുള്ളി പറയുക, എന്നാൽ പോയി കുറച്ച് വെള്ളം നിറച്ച് വെക്ക്. ഇവിടെ എത്ര പേര് വെള്ളം നിറച്ച് വെക്കാൻ തയ്യാറാകും? ഞാനടക്കം ചിന്തിക്കും, എന്ത് മണ്ടത്തറയും വിളിച്ച് പറഞ്ഞു. പക്ഷേ ഇവർ കാണിച്ച ഒരു കാര്യമുണ്ട്. ഈശോയിൽ അവരെ പൂർണ്ണമായിട്ട് അടിയുറച്ച് വിശ്വസിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് മറക്കാൻ പാടില്ലാത്തത്. അതായത് ഈശോയുടെ വാക്കിന് അവർ പ്രാധാന്യം കൊടുത്തു. അത് എന്ത് ലോജിക്കില്ലെങ്കിൽ പോലും അതിനെ അനുസരിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് ഒരു മാറ്റം വരുത്താനായിട്ട് സാധ്യമായത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഉണക്ക് ഒത്തിരിയേറെ സംശയങ്ങൾ ഉണ്ടാകാം. എന്ത് കാര്യമാണ് ഇത് പറയുന്നത്? പക്ഷേ ചില അനുസരിക്കലുകൾ, ചില ആദരവ് പ്രകടിപ്പിക്കലുകൾ, ചില വാക്കിനെ വില കൊടുക്കുന്നതൊക്കെ അത് നല്ലതിന് വേണ്ടി പരിണമിപ്പിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, വിവാഹത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യേകം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ മാതൃക അത് മറ്റാരുമല്ല, അത് മിശിഹാ തമ്പുരാൻ തന്നെയാണ്. വിവാഹത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ മാതൃക അത് മറ്റു വ്യക്തികളിലേക്ക് നമ്മൾ വിരൽച്ചുകൊണ്ട കാര്യമില്ല, ഈശോയിലേക്ക് വിരൽച്ചുകൊണ്ടാണ്. ഏറ്റവും വലിയ മാതൃക അവൻ തന്റെ വധുവായ സഭയെ തന്റെ അവസാനത്തുള്ളി ചോര കൊണ്ടും അവസാനത്തെ മാംസകഷ്ണം കൊണ്ടും അവനെ പൊതിഞ്ഞു പിടിച്ചു എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇതുപോലെ ഈശോ സഭയെ ചേർത്ത് പിടിച്ചതുപോലെ, തന്റെ ശരീരം ഏറ്റവും നൽകിയതുപോലെ തന്റെ സഭയ്ക്ക് വേണ്ടി, തന്റെ പാതിക്ക് വേണ്ടി പരസ്പരം നൽകാൻ സാധിക്കട്ടെ. ഇവരിന്ന് ഇനിയും ഇത്ര നാൾ പറയുന്നത് ഇത് എന്റെ, ഇത് എന്റെ, ഇത് എന്റെ. ഇന്നു മുതൽ ഇവർക്ക് പറയാൻ സാധിക്കേണ്ടത് ഇത് നമ്മുടെ, ഇത് നമ്മുടെ എന്ന വാക്ക്, എന്റെ എന്ന വാക്ക് മാറി ഈ നമ്മുടെ എന്ന വാക്കിലേക്ക് വരാൻ ദൈവം ഇവരെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് വിശുദ്ധവാനിലേക്ക് വീണ്ടും പ്രവേശിക്കാം. ദൈവമേ, മധുവരന്മാർ സന്തോഷത്തോടെ ഈശോയുടെ കൂടെ ആരംഭിക്കുന്ന ജീവിതം നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വ്യക്തികിരണം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ദിവസംഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനെ നിങ്ങൾ വാഴ്ത്തുന്നു. ഭാരവത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഉദാസ പരികൽപ്പന ചെയ്യുവാൻ അങ്ങയുടെ ദാസനാക്കണമേ. അങ്ങയുടെ ഭാവ സമർത്ഥമായി ചൊല്ലുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വര എന്നേക്കും. പ്രിയപുത്രി ആത്മവിഭൂഷിത മണവാട്ടി
അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ നാൻസിയെ എൻ്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. നാൻസി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോജോയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടി അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സേകത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ കർത്താവായ മിശിഹ നിങ്ങളെ വിവാഹത്താൽ നയിക്കുവാനാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുവാനാവട്ടെ. ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ, നിന്റെ ഇഷ്ടത്തിരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാൻ ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധിയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശുദ്ധയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വാസത്താൽ മനുഷ്യാത്മാവിനെ ലഭിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തെ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിന്റെ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. Ah
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശ്വശിക്ഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനത്തിൽ ജീവിക്കുവാൻ ശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നനാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായും സിഹായിപ്പോഴും നിങ്ങളുടെ ഫലകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിരയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവത്തിന്റെ മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ ശുദ്ധിരാമത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇവര് പുതിയ കുടുംബമായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. നാൻസിക്കും ജോജോയ്ക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഒത്തിരിയേറെ സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം നാൻസിയെ ബസിലിക്ക ഇടവ കുടുംബത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ദേവാലയം ഇതാണ്. അപ്പോൾ ഈ കുടുംബം എല്ലാവരും ഒന്ന് ചേർന്ന് ബഹുമാനപ്പെട്ട വികാരിയേശുവിൻ്റെ പേരിലും എല്ലാവരുടെയും പേരിൽ നിങ്ങളെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. പാവപ്പെട്ട കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള സ്തോത്ര കാഴ്ചയാണ്. നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം.
ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദരക്ഷമാരും ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയായ ചുരുങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുവിൻ. വിശാല കൃപയാൽ ഈവരും നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്നതിന് അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും കൂടുകൊണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നായി ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു.
നമ്മുടെ കർത്താവിശ്വാസിയായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സമീപിച്ച് ഇവിടെ പൊക്കോളാൻ അനുഗ്രഹപ്പെട്ട എല്ലാവർക്കും ഇവിടെ നാഥാവായ ദൈവത്തിന് കൃതജ്ഞതയും സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ അങ്ങയുടെ കാരണത്തിന്റെ വലമേ നീട്ടണമേ, അങ്ങയുടെ സ്പർശനങ്ങളെ കാത്തുവിടണമേ. അവളാഹത്തെ സാറായി അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ വരെ ഒന്നിപ്പിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുഭുവനത്തിന്റെ നാഥനായ ശുദ്ധവസ്ഥയുടെ മാധ്യസ്ഥൻ ഇവരുടെ ജീവിതത്തെ ശുദ്ധിപൂർണ്ണമാക്കട്ടെ. സർവശക്തിയുടെയും പ്രാർത്ഥനയുടെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനായ മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടനെ രക്ഷിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനായ മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ ഉദ്ഘോഷിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത് കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാവട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങൾ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം
അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരെയും അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ തിരുകൃപങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥ, ഞാൻ നിൻ മണവാട്ടി. നീയാണിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥ, ഞാൻ നിൻ മണവാട്ടി. നീയാണിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. absolutely gorgeous together. So, ladies and gentlemen, നമുക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നവവധൂവരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome our most beautiful bride Nancy and ever handsome group Jojo onto the stage.
as librarian at Marygiri School, Kothatukulam. So, Jojo and Nancy, congratulations first of all. So you have made a lifelong commitment right now, right? So, and then, how do you feel right now? Happy? Tension ആണോ? Okay. So, നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും ആശംസകളും നവവധൂവരന്മാരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കയ്യടി ഇവർക്കായി കൊടുക്കാം. സോ ഈ ദിവസം ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളും കുടുംബവുമായിരിക്കും. സോ ഏറെ ബഹുമാനത്തോടും ആദരവോടും ജോജോയുടെ മദർ മിസ്സസ് ലൂസിയമ്മ ജോസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഗ്രൂമിന് ഒരു ബിഗ് ഫാമിലിയാണുള്ളത്. അവർ 4 സിബ്ലിങ്സ് ആണ്. ഒരു സിസ്റ്റർ, 2 എൽഡർ ബ്രദേഴ്സ് ആണുള്ളത്. So I warmly invite the groom's sister, Mrs. Jomol Jos, and her husband Biju Sebastian, and their only son Elvin to please come forward to the stage. So now let's welcome his brother, Mr. Majo Jos, and wife Nana, with their lovely children, Jeffrin and Gianna, onto the stage. And also I would like to welcome his second brother, Mr. Sebastian Joseph, and his wife Jesslyn to join them on the stage. Let's welcome Nancy's parents, Mr. Josh Joseph and Tessie Joseph. Tessie Jos onto the stage. Nancy has 2 charming brothers. I invite Mr. Nitin Jos and also Jos to be with her on the stage. Saw your heart before your smile. God wrote this love across the miles. He brought us here, hand in hand. 2 souls, one holy plan. Through every joy, through every tear, He's the reason we are here. Through thick and thin, we'll stand as one. You're my love, my life, my truest friend. Forever starts with Him within. Through thick and thin, You speak in grace, I hear His voice. In loving You, I made the choice to walk with Christ, to build our days on mercy, trust, and heaven's ways. And when we stumble, we'll hold on. Grace will lead us, love is strong. Through thick and thin, we'll stand as one. You're my love, my life, my truest friend. Forever starts with Him within. Through thick and thin, when the world feels far and cold, I'll be the hand you'll always hold. And when our hair turns silver gray, we'll still be saying, come what may. Final world feels far and cold, I'll be the hand you'll always hold. And when our hair turns silver gray, we'll still be saying, come what may. Through thick and thin, our vows remain. With God above, we bear His name. Our love's a fire He placed within, and it will burn through thick and thin. Forever starts with Him within.
Smiles were shining, hearts were bright. You walked in and lit the night. In your eyes I saw God's grace, a miracle I can't replace. We laughed, we prayed, we made it through. Now here I stand and say I do. This day is more than just romance. It's heaven's gift. It's our big chance. God wrote this love line by line. In every prayer His hand was mine. We're dancing now in joy and light. Our hearts as one,
It feels so right. With every step, with every song, we'll praise the Lord who made us strong. From silly jokes to midnight talks, from little fights to long walks, He held our hands through every mile, and now we walk down this aisle. So take my hand and don't let go. With Christ there's more than we can know. Our journey starts with love so true, and faith that always carries through. God wrote this love line by line, in every prayer His hand was mine. We're dancing now in joy and light, our hearts as one, it feels so right. With every step, with every song, we'll praise the Lord who made us strong. Oh, we'll build our days with grace and peace, where laughter lives and fears all cease. Through changing seasons, highs and lows, God's love will bloom as our love grows. Oh, God wrote this love line by line, in every prayer His hand was mine. We're dancing now in joy and light, our hearts is one, it feels so right. Oh, with every step, with every song, we'll praise the Lord who made us strong. I waited for the day my heart would choose. I waited for the one my soul would embrace. I waited through the night, holding on tight. I waited for your hand to lead me to light. You are more than just a dream come true, proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I waited for your peace to calm my heart. I waited for the call to make a new start. I waited for the grace that only You give. I waited to love, to live and to forgive. You are more than just a dream come true, a proof of what His love can do. With every breath, with all I say, I thank the Lord I waited for this day. I
waited for this love that stands so true. I waited for the chance to say I do. I waited for the gift from heaven. I waited for a life filled with your love. You are more than just a dream come true. Proof of what His love can do. With every breath, with all I say, thank the Lord I waited for this day. My love, you are the answer to my prayer. A gift from God so holy, true and rare. With every breath I see His hand in you. A love that leads me closer to His truth. With grace, your heart so full of light. In every step you shine His love so bright. This sacred bond no time or storm can break. For Christ is here in every vow we make. This is our endless grace, a love divine. In every step you shine His love so bright. This sacred bond no time or storm can break. For Christ is here in every vow we make. This is our endless grace, a love divine. Written by heaven, by God's design. No fear can shake, no pain erase this holy fire, this endless grace. You and I forever found on sacred ground where love surrounds true. I'll lift you up when shadows start to fall. I'll be your strength when faith feels small. Together, and when we rise, or when we bend and break, we'll hold to love that God Himself did make holy. This is more than a promise, More than a ring, it's worship in the everyday, in everything. A life of grace, a holy place, where we are held in His embrace. This is our endless grace, a love divine, unfolding new with every sign. Let all we do give Him the praise. I won't promise skies that never rain, or days untouched by loss or pain. But I
I won't promise every dream comes true, but I will walk this road with you. Through every turn, through joy or ache, we'll follow Christ, no step will break. So let the winds rise, let the oceans roar. Our feet are planted on the solid shore. We'll hold to hope, come what may. Bound by love, we'll stand by faith. Yes, hand in hand, we'll stand by faith. When silence comes and words are few, I'll still be there and I'll choose you. With every breath, with grace to guide, we'll journey on as men and bride. And when the years have lined our face, we'll still be standing in this place with wrinkled hands and faithful hearts, still joined as one, still set apart. We're not alone, His love remains, a cord of three that can't be strained. So here we stand with lives to give, for Christ for love, for all we live. So let the winds rise, let the oceans roar. Our vows are anchored to the Lord. We'll walk in truth, come what may. Forevermore, we'll stand by faith. Yes, side by side, we'll stand by faith. May our hearts stay soft when the seasons change, when the road gets long. May our love remain in the laughter and the loss we share. May we always find you there. May our words bring life, not tear apart. May your truth be written on our hearts. Through the quiet and the chaos too, let us always run to you. This is my prayer, that love will grow, rooted in grace wherever we go. With every breath, in joy or despair, let Christ be the center of you. May our hands still hold when we're old and gray. May we choose each other every day. Through every high
നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത സ്വീകരണ കേന്ദ്രമായ പവം താമന്നൂരെ സ്വവസതിയിലേക്ക് ജോജോ ജോസും പ്രിയ പത്നിയും കടന്നു വരുന്നു. ഇരുവരെയും സ്വീകരിക്കുവാനായി ഈ നാടിതാ ഒരുങ്ങിക്കഴിഞ്ഞു. ജാലിയാകുഴിയിലെ ടോൺ ജോസ് ജോസഫിന്റെ പ്രിയപുത്രി ഗിടാഗിരിയന്മാരായ ആംഗളമാരുടെ പൊന്നോമന പെങ്ങൾ നാൻസി ജോസും ജോജോ ജോസഫും വിവാഹിതരായി അവരിതാ താമന്നൂർ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരികയാണ്. വാദ്യഘോഷങ്ങളുടെ കമ്പനിയോടെ ഇതാ സുഹൃത്ത് സംഘം കാത്തു നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ സ്വീകരണ പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ഗംഭീരമായ സ്വീകരണങ്ങളിലേക്ക് വാങ്ങിക്കൊണ്ട് താമന്നൂർ കുടുംബത്തിലെ ഇടവറക്കാരൻ ജോജോ ജോസഫ് സ്വീകരണ കേന്ദ്രമായ പമ്പും ലക്ഷ്യമാക്കി ഇതാ നവദമ്പതികൾ കടന്നു വരുന്നു. കടന്നു വരികയാണ്. കൊട്ടാരം ബബുൾ റോഡിലെ ഊഷ്മളമായ സ്വീകരണ പരിപാടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. നെല്ലൂർക്കാട് ബസിലേക്കയിൽ ആയിരങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത സ്വീകരണ കേന്ദ്രമായ താമന്നൂർ താമന്നൂർ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് വന്നതുകാൽ വെച്ച് കയറുന്നു. പ്രിയപുത്രൻ ജോജോ ജോസ് സുമംഗലനായി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ആയിരങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പൗവം പാർലമെന്റ് മണ്ഡലത്തിൽ താലപ്പൊലിയാണ് ഓർമ്മ വരുന്നത്. അതിനെ അനുസ്മരിപ്പിക്കുവാൻ ഇതാ ഗംഭീരമായ ഒരു വിവാഹ ഘോഷയാത്ര, സ്വീകരണ ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. താമന്നൂരിലെ ഇടപെടക്കാരൻ താമന്നൂർ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് വലങ്കാൽ വെച്ച് കയറുകയാണ്. നെല്ലൂർക്കാട് ബസിലിക്കയിൽ ആയിരങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി താമന്നൂർ കുടുംബത്തിന്റെ ഇടപെടക്കാരൻ ഇതാ കടന്നു വരികയാണ്. നിങ്ങളുടെ ഓരോ വോട്ടും ജോജോ ജോസിനും നാൻസി ജോസിനും താമന്നൂർ കുടുംബത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇതാ കടന്നു വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജോജോ ജോസിനും നാൻസി ജോസിനും എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഈ രാജവീതികളിലൂടെ കരകളിലുമുള്ള കാണികളെ അഭിവാദ്യം ചെയ്ത് കടന്നു വരുന്നു. അനുഗ്രഹിക്കാം, ആശീർവദിക്കാം. നെല്ലൂർക്കാട് ബസിലിക്കയിൽ ആയിരങ്ങൾ ഇതാ നെടുമുടിയുടെ പൗവത്തിന്റെ താമന്നൂരിന്റെ പ്രിയപുത്രൻ ജോസേട്ടന്റെയും ജോസമ്മാന്റിയുടെയും പൊന്നോമന. I see the light of heaven in your eyes, a promise made before the dawn of time. Hand in hand, we walk where angels sing. You're the prayer I prayed, the dream He gave to me. Lover of my soul, my gift from above, bound by His grace, wrapped in His love. With every breath I vow to be true, forever and always I choose you. Oh, lover of my soul, I choose you. Through every storm and every quiet night, His love will be the fire that keeps us bright. You are my shelter, you are my song. Together in His arms we
lover of my soul, my gift from above, bound by His grace, wrapped in His love. With every breath I vow to be true, forever and always I choose you. Oh, lover of my soul, I choose you. Christ at the center, Christ in our dreams, Christ in the laughter, Christ in our tears. In Him we find our forever home. You are the one He made for me alone. Wipe your tears, take a breath. Lay your head on my chest. Let me hold you through the night. Yeah, the world can bring us down, but I still believe somehow it's all gonna be alright.